തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി മനീഷ് മഹിബാലുണ്ട്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിൽ നിന്ന് ചില വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം SIT കാക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഈ പത്മകുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുമുണ്ടല്ലോ. ചെമ്പെന്ന് അത്തരത്തിൽ എഴുതി ചേർത്തതാണ്, തിരുത്തലുകൾ വരുത്തി, തന്ത്രി അനുമതി നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു വാർത്ത, കേരള സർവകലാശാലയിലെ ഡോളർ കൈമാറ്റ വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശബരിമലയിലെ SITയുടെ നീക്കം തന്നെയാണ്. നാളെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ നേരത്തെ SITയുടെ അന്വേഷണത്തിൽ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ കൈവശം നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണം, അത് ശബരിമലയിലെ സന്നിധാനത്ത് നിന്നും ഈ സ്വർണം പൂശി എന്ന രീതിയിൽ കൊണ്ടുപോയി അത് പിന്നീട് രാസമാറ്റം നടത്തി അതിൽ നിന്നും മാറ്റിയെടുത്തതാണെന്ന് തെളിയിക്കാൻ SITക്ക് കഴിയും. അത് ശബരിമല സ്വർണ്ണമാണെന്ന് സ്ഥിരീകരിക്കാൻ നാളെ കഴിയും. അങ്ങനെയാണെങ്കിൽ നിലവിൽ 10 പ്രതികളെ ഈ കേസിൽ SIT പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു തരി സ്വർണം പോലും വീണ്ടെടുക്കാൻ ഈ 3 മാസത്തിനിടെ അന്വേഷണത്തിനിടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ സ്വർണം ശബരിമലയിലാണെന്ന് സ്ഥിരീകരിച്ചാൽ സ്വർണം വീണ്ടെടുക്കുന്നതിൻ്റെ ആദ്യ പടിയായി മാറുമെന്ന നിർണായക നീക്കം SITയുടെ നീക്കമായി മാറും. കാരണം ശബരിമലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുക എന്നത് മാത്രമല്ല, സ്വർണം വീണ്ടെടുക്കുക എന്നതും SITയുടെ ദൗത്യം കൂടിയാണ്. ഇന്ന് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ വന്നത്. എല്ലാം പത്മകുമാറിൻ്റെ അറിവോടുകൂടിയാണെന്ന്, പത്മകുമാറാണ് ഒത്താശ ചെയ്തതെന്നും, ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ തന്നെ ഗൂഢാലോചന നടത്തിയെന്ന നിർണായകമായ വിവരം ഹൈക്കോടതിയിൽ SIT കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പ്രധാന വാർത്ത കേരള സർവകലാശാലയിലെ ഡോളർ കൈമാറ്റ വിവാദമാണ്. അത് ലാറ്റിൻ അമേരിക്കൻ പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഓൺലൈൻ പ്രഭാഷണത്തിൽ കൊടുക്കേണ്ട തുകയ്ക്ക് പകരം കൊടുത്തത് 17 ലക്ഷം രൂപയാണ്. അത് ഡോളറായാണ് കൊടുത്തത്. അത്രയും രൂപ കൊടുക്കേണ്ടതില്ല. അതായത് കേവലം 20,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്താണ് 17 ലക്ഷം രൂപ കൊടുത്തത്. അത് SBIയുടെ ഭാഗത്തു നിന്ന്, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന SBIയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി 3 വർഷമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു പണം വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല? ഇതിനെതിരെ നിലവിൽ കേരള യൂണിവേഴ്സിറ്റി സേവ് യൂണിവേഴ്സിറ്റി ഫോറം വിജിലൻസ് അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഗവർണർ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ രേഖകളെല്ലാം പോലീസിന് കൈമാറണം, DGPക്ക് കൈമാറണമെന്ന ആവശ്യം രജിസ്ട്രാർക്ക് മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണ നിർവഹണത്തിലെ ഉദ്യോഗസ്ഥരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുവെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു കേസായി പരിഗണിക്കണമെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ DGPയെ സമീപിച്ചത്. എന്താണെങ്കിലും അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാവുമോ എന്നും അന്വേഷണം ഉണ്ടാവുമോ എന്നും അറിയാൻ സാധിക്കും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.